ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നാലമ്പല യാത്ര പോവുകയാണ്. നമ്മുടെ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ പ്രാവശ്യം പോകും പോലെ തന്നെ നമ്മൾ യാത്ര പുറപ്പെടുന്നത്. സഞ്ജു നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങാനൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര മഴയായിരുന്നു. നമ്മൾ ഈ പോണ ദിവസം ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മഴ ഞങ്ങൾ ഇതുവരെയും അനുഭവിച്ചിട്ടില്ല നാലമ്പലത്തിന് പോകുമ്പോൾ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ എത്തിച്ചേരുന്നുണ്ട് മഴ സമയത്ത്. അപ്പം ചില ഭാഗത്തൊന്നും കറണ്ട് തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ മഴ പെയ്ത സമയത്ത്. അങ്ങനെ ബസ്സൊക്കെ വന്നു. ബസ് കുറച്ച് നേരമായി വന്നിട്ട് അങ്ങോട്ട് തിരിക്കാൻ വേണ്ടി പോയിരിക്കുന്നതാണ്. ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിരുന്നു. അപ്പോൾ വന്നവർ ബസ് കയറിട്ടോ, മഴ കാരണം അപ്പോൾ അങ്ങനെ കണ്ട് കയറിയിരിക്കാന്ന് കരുതി എല്ലാവരും കണ്ട് കയറിയിരുന്നു. ഏതൊരു യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ നമ്മൾ കുട്ടിച്ചാത്തൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് വാഹന പൂജ ചെയ്തിട്ടാണ് എപ്പോഴും യാത്ര പുറപ്പെടാറ്. ഇവിടെയും അത് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത്. അപ്പോൾ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നടയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യാത്രയൊക്കെ ശുഭകരമായി തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് യാത്ര നല്ല രീതിക്ക് പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഏതൊരു യാത്രയും ഞങ്ങൾ പുറപ്പെടാറുള്ളത്. അപ്പോൾ ഇതാ വാഹന പൂജയൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ജോസേട്ടൻ ബസ്സാണ് നമുക്ക് വന്നിട്ടുള്ളത്. പ്രകാശേട്ടനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ യാത്ര പുറപ്പെടാൻ തുടങ്ങി. അങ്ങനെ നാളികേരം ഉടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടന്മാരൊക്കെ വണ്ടിയിൽ കയറി ഞങ്ങൾ തൃശ്ശൂർ എത്തി. അവിടെ ഒരു ഹനുമാൻ്റെ അമ്പലത്തിൽ ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിയിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ ഇറങ്ങിയിട്ടൊന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി തൊഴുതിട്ട് നമ്മുടെ തൃപ്രയാർ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ തൃപ്രയാർ എത്തിക്കഴിഞ്ഞു. തേവരെ കാണാനുള്ള ആകാംക്ഷയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരക്ക് ഭയങ്കരമായിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കാം. മഴ ഒന്ന് പെയ്തൊഴിഞ്ഞ് പോയിട്ടുണ്ട്. തൃപ്രയാർ തേവരുടെ അടുത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ആശ്വാസമാണ്. ശ്രീരാമദേവനാണ് എൻ്റെ ഒരു ദേവൻ കൂടി. ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ആരാധനയാണെന്ന് പറയില്ലേ. ആ ഒരു ഫീല് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഫീലാണ് ഈ നടയിലെത്തുമ്പോൾ. ഞാനിവിടെ അധിക സമയം ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ആദ്യ സമയത്തൊക്കെ. ഇവിടെ തൊട്ടപ്പുറത്ത് ഭാഗത്ത് വലപ്പാട് BEd കോളേജിലാണ് ഞാൻ 2 വർഷം BEd ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ ശ്രീരാമദേവൻ്റെ അടുത്ത് പറ്റുമ്പോഴൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ തൊഴുത് കുറച്ച് നേരം ഇവിടെ സമയം ചിലവഴിച്ചിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ചെല്ലും പോലെ, അല്ലെങ്കിൽ നമ്മുടെ ദേവൻ്റെ അടുത്തേക്ക് ചെല്ലും പോലെ ആ ഒരു ഭയങ്കര എപ്പോഴെപ്പോഴും ചെല്ലാൻ തോന്നുന്ന ഒരിടാണ് ശ്രീരാമദേവൻ്റെ അടുത്ത്. കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള ഒരു ക്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇതാ വരിക്ക് പിന്നിലായിട്ടുണ്ട്. ചിലരൊക്കെ കുറച്ച് ബാക്കിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂ അല്ലേ. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2 വരികളാവുമ്പോൾ പല ഭാഗത്തുനിന്ന് വന്നവരൊക്കെ നമ്മുടെ ഇടയിൽ കൂടെ അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. കുട്ടിച്ചനും കുട്ടേട്ടനും പിള്ളേരും മേന്മാരും ചേച്ചിമാരൊക്കെ അപ്പുറത്താണ് ഉള്ളത്. ഞങ്ങൾ കുറച്ച് പേര് ഇവിടെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ക്യൂ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടോ ബോറടിയോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. നമ്മൾ വഴിപാട് ചെയ്തിട്ടുണ്ടായിരുന്നു, മീനൂട്ട് വഴിപാട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് മീനൂട്ടും വെടി വഴിപാടും. ഞങ്ങളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അങ്ങനെ കയറി വരികയാണ്. വെടി വഴിപാടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ 7ാമത്തേതാണ് ശ്രീരാമൻ. ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തിനെ ഊട്ടുന്നുവെന്ന സങ്കല്പത്തിലാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ള ഈ തീവ്ര നദിയിൽ അരി സമർപ്പിക്കുന്ന വഴിപാട് മീനൂട്ട് കഴിച്ചിട്ടുള്ളത് നമ്മൾ. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ്ടുവിശേഷം എന്ന് പറയുന്നത് തൃപ്രയാർ ഏകാദശി തന്നെയാണ്. അടുത്തത് നമ്മൾ 4 അമ്പലങ്ങളിൽ 2ാമത്തേതായ കൂടൽമാണിക്യ ഭരതസ്വാമി ക്ഷേത്രത്തിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നല്ല തിരക്കായിരുന്നു. നമ്മൾ തൃപ്രയാർ കണ്ടവരെ തന്നെ ഇവിടെയും വരിക്കായിട്ട് ഇങ്ങനെ നിന്ന് കാണും. നമ്മൾ ഒരു 4 അമ്പലം കഴിയുമ്പോൾ തന്നെ എല്ലാവരും ഒന്നും അങ്ങോട്ട് പരിചയമാവുന്നുള്ള പോലെ തന്നെയാണ്. ഭയങ്കര വരി ഉണ്ടായിരുന്നു. ഏകദേശം ഒരു ഉച്ചയായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ക്യൂവിലിരിക്കുകയാണ്. പുറത്ത് ഭയങ്കര മഴ ഉണ്ടായിരുന്നു. ഒരു മിന്നൽ ചുഴലിയൊക്കെ അത് കൂടെ വന്നു പോയിട്ടുണ്ടെന്ന് പിന്നീടാണ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് ന്യൂസൊക്കെ കണ്ടപ്പോഴാണ് അറിഞ്ഞത്. വഴിയിൽ പോസ്റ്റൊക്കെ വീണിട്ട് ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീരാമൻ്റെ അനുജനായ ഭരതൻ്റെ സംഗമേശ്വരൻ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽമാണിക്യ ഭരതക്ഷേത്രം.
ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല എന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത തന്നെ. ക്ഷേത്രത്തിന് ചുറ്റും 4 വലിയ കുളങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. പക്ഷേ ഇതുവരെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്നില്ല. പക്ഷേ ക്ഷേത്ര മതിലിനകത്ത്, വളപ്പിനകത്ത് ഈ ഒരു തീർത്ഥം, കുലീബനി തീർത്ഥം എന്നു പേരുള്ള മഹർഷി ഇവിടെ ഒരു മഹായജ്ഞം നടത്തിയ ശേഷം പുണ്യ നദിയായ ഗംഗ വന്ന് നിറഞ്ഞതായിയാണെന്നാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കുലീബിനി തീർത്ഥത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുളം കുലീബിനി തീർത്ഥം എന്ന് അറിയപ്പെടുന്നു. ഈ ഒരു കുലീബനി തീർത്ഥക്കുളം പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞാൽ, തീർത്ഥപ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞാൽ പാപദോഷത്തിനുള്ള വഴിപാടായിട്ടാണ് കണക്കാക്കുന്നത്. കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്ര തുല്യ പവിത്രതയോടെ നിലകൊള്ളുന്നു. കൂടൽമാണിക്യ സ്വാമി ഭക്തജനങ്ങളുടെ രോഗമോചകനായി ആരാധിക്കപ്പെടുന്നു. ഉദരരോഗ നിവാരണത്തിനായി വഴുതനങ്ങ നിവേദ്യം കഴിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത തന്നെയാണ്. അവിടുന്ന് നേരെ നമ്മൾ പോയത് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലാണ്. മൂഴിക്കുളം എന്ന് പറഞ്ഞ ഈ ഒരു ദേശം നിബിഡ വനമായിരുന്നത്രേ. ഹരിത മഹർഷി ഇവിടെ വളരെ കാലം തപസ് ചെയ്ത് ഈ പ്രദേശത്തെ അനുഗ്രഹീതമാണ്. തപസ്സിൽ സംപ്രീതനായ മഹാവിഷ്ണു മഹർഷിക്ക് ദർശനം നൽകുകയും കലിയുഗത്തിൽ ആത്മശാന്തിക്ക് വേണ്ടി ജനങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വേദസാര രൂപത്തിൽ ഉപദേശിച്ചരുളുകയും ചെയ്തു. മഹർഷിക്ക് ഉപദേശം ലഭിച്ചത് ഇവിടെ വെച്ചായിരുന്നു. തിരുമൊഴിയുണ്ടായ കളം തിരുമൊഴിക്കുളം എന്നും കാലക്രമേണ അത് തിരുമൂഴിക്കുളമായി മാറി. മൊഴിക്ക് വേദം എന്നും കളത്തിൽ സ്ഥലം എന്ന അർത്ഥവും കൽപ്പിക്കുമ്പോൾ ഈ പേരിന് കൂടുതൽ യുക്തി തോന്നും. അങ്ങനെ ഇവിടുത്തെ ദർശനം പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നാലമ്പലത്തിലെ 4ാമത്തെ അമ്പലമായ പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. തിരക്കൊക്കെ ഭയങ്കര കുറവായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. മഴയൊക്കെ ഒന്ന് ഒതുങ്ങി. അങ്ങനെ എല്ലാവരും വരിയിലൊക്കെ കയറി. വരി ചെന്നപ്പോൾ തന്നെ കുറച്ച് കുറവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ദർശനം വാങ്ങിയിട്ട് തിരിച്ച് വരികയാണ്.